പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. പ്രഭാതം മുതൽ ഈ രാത്രിയുടെ യാമം വരെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുഞ്ഞുമക്കളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും കർത്താവെ, ഞങ്ങൾ ഓർക്കുന്നവരെ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരെ, ഇപ്പോൾ എന്നെ കേൾക്കുന്നവരെയും കർത്താവെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നാഥ, ഞങ്ങളെ ഇതുവരെ കാത്തു പരിപാലിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. ഈശോനാഥ, ഞങ്ങളിപ്പോഴിതാ ഉറങ്ങുവാൻ പോകുന്നു. ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്ന് അനുഗ്രഹിക്കണമേ. ഉറക്കത്തിൽ ഒരു ദുർസ്വപ്നവും കാണുവാൻ ഇടവരാതെ വണ്ണം അവിടുന്ന് ഞങ്ങളെല്ലാവരെയും പരിപാലിക്കണമേ നാഥ. ഒരന്ധകാര ശക്തികളോ പൈശാചിക തന്ത്രങ്ങളോ വിഷജന്തുക്കളോ പ്രാണികളോ ഞങ്ങളെ ആരെയും ഉപദ്രവിപ്പാൻ ഇടയാക്കാതെ വണ്ണം അവിടുന്ന് പരിപാലിച്ച് ഞങ്ങളെ കാത്തുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഒരു കള്ളന്മാരോ ഒരക്രമികളോ ഞങ്ങളുടെ ഭവനങ്ങളിലോ കാമ്പൗണ്ടുകളിലോ കടന്നു വരുവാനോ നോട്ടം വയ്ക്കുവാനോ ഇടയാക്കാതെ വണ്ണം അവിടുത്തെ ദൂതഗണങ്ങളെ കൊണ്ട് കോട്ട കെട്ടി സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു തിരുവചനം വായിക്കാം. വായിക്കുന്ന തിരുവചനം കിടക്കയിലിരുന്ന് 5 മിനിറ്റ് നേരം ധ്യാനിക്കാം. ഇന്ന് ദൈവം തന്ന എല്ലാ നന്മകളെയും ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയണം. നാളെ നല്ലൊരു പ്രഭാതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവേ, ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ ആരെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ കർത്താവേ, ഞങ്ങളെ വിശുദ്ധിയുള്ള മക്കളാക്കി മാറ്റപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് 51-ാം അധ്യായം. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായിച്ച് കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഹീസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ. അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ആമേൻ.